പറയാൻ പോകുന്നത് വഴിപാടുകളെക്കുറിച്ചാണ്. ദേവപൂജയിൽ ഭക്തനും പങ്കാളിയാവാനുള്ള ഒരു വഴിയാണ് വഴിപാടുകൾ. വഴിപാടുകൾ പലതരമുണ്ട്. അർച്ചനയായും അഭിഷേകമായും ചന്ദനം ചാർത്തലായും നൈവേദ്യം സമർപ്പിക്കലായും വിളക്ക് വയ്ക്കലായും അങ്ങനെ പലതരം വഴിപാടുകളുണ്ട്. അതിലേറ്റവും പ്രധാനമുള്ളതാണ് അന്നദാനം. അന്നദാനം ഏറ്റവും ഐശ്വര്യപ്രദവും നമ്മുടെ എല്ലാവിധ പാപങ്ങൾ തീരുന്നതിനും ഉത്തമമായ പ്രതിവിധിയാണ് അന്നദാനം സമർപ്പിക്കുന്നത്. ചുറ്റുവിളക്ക് മനഃശാന്തിക്കും, നിറമാല അഭിഷ്ടകാര്യസിദ്ധിക്കും, ധാര രോഗശാന്തിക്കും, ചന്ദനം ചാർത്തൽ കാര്യസിദ്ധി നിർവഹണത്തിനും, നീരാഞ്ജനം ശനിദോഷങ്ങൾ മാറുന്നതിനും ഉത്തമമായിട്ടുള്ളതാണ്. നെയ്വിളക്ക് അഭിഷ്ടകാര്യസിദ്ധിക്കും രോഗശമനത്തിനും ഉത്തമമാണ്. സഹസ്രനാമാർച്ചന സമൃദ്ധിക്ക് ഉത്തമമായിട്ടുള്ളതാണ്. ഭഗവതീ സേവ ദുരിതശാന്തിക്കും, സ്വയംവരാർച്ചന മംഗല്യസിദ്ധിക്കും, രക്തപുഷ്പാഞ്ജലി ശത്രുദോഷത്തിനും, പുഷ്പാഞ്ജലി രോഗങ്ങൾ മാറുന്നതിനും സൗഖ്യത്തിനും ഉത്തമമായിട്ടുള്ളതാണ്. ഇതേ വിധത്തിലുള്ള വഴിപാടുകൾ ക്ഷേത്രങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ പാപങ്ങൾ തീരുന്നതിനും കൂടാതെ നമ്മുടെ തലമുറകൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നതിനും ഉത്തമമാണ് വഴിപാടുകൾ ചെയ്യുക എന്നത്. വഴിപാടുകൾ ചെയ്യുന്നത് വഴി നമ്മുടെ സമൂഹത്തിന് തന്നെ വളരെയധികം ഉത്തമമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭക്തിപൂർവം ഈശ്വര സമർപ്പണമായി എല്ലാവരും വഴിപാടുകൾ ചെയ്യുക. വഴിപാടുകൾ ചെയ്യുന്നത് വഴി നമ്മുടെ ക്ഷേത്രങ്ങളുടെ പുരോഗതിക്കും കൂടാതെ നമ്മുടെ തന്നെ മനഃശാന്തിക്കും ഉത്തമമാണ്. അതുകൊണ്ട് എല്ലാവരും ഭക്തിപൂർവം ഈശ്വരനെ നമിച്ചുകൊണ്ട് എല്ലാവരും വഴിപാടുകൾ സമർപ്പിക്കുക. നിങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനകളും ഭഗവാൻ സ്വീകരിക്കുന്നതാണ്. ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഇതേ രീതിയിൽ ചെയ്തുകൊണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളുടെ പുരോഗതിക്കും നമ്മുടെ തന്നെ പുരോഗതിക്കും നമ്മുടെ എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും വേണ്ടി നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ ചെയ്യുക. ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ ചെയ്തുകൊണ്ട് ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾക്കായി പ്രാർത്ഥിക്കുക. സർവരുടെയും സർവാഭിഷ്ടങ്ങളും ഭഗവാൻ നിറവേറ്റിത്തരുന്നതാണ്. അതിനായി എല്ലാവരും പ്രാർത്ഥിക്കുക. സർവർക്കും സർവമംഗളങ്ങളും ഉണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു.